എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആസ്കാർഡും സംഘവും മദ്യമൊക്കെ കഴിച്ച് കടലിലൂടെ സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഇവർ പോകുമ്പോൾ ടോർഗ്രീം തോർസിനെ കൊന്നതിന് പ്രതിഫലമായി നൽകാമെന്ന് പറഞ്ഞ പണം അവർക്ക് എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ആസ്കാർഡ് ക്ഷമയോടെ ഇരിക്കാൻ അവനോട് പറയുന്നു. അവർ ഏതാണ്ട് അവർ പറഞ്ഞ സ്ഥലത്ത് എത്താറായെന്നും ആസ്കാർഡ് പറയുന്നു. ഇതേ സമയം തോർസിന്റെ കപ്പലിൽ തോർഫിൻ കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ലാത്തതിനെ തുടർന്ന് വളരെ അവശനായി നിൽക്കുന്നു. ആസ്കാർഡും സംഘവും ഇംഗ്ലണ്ടിലെ ഹാംബർ നദിയുടെ പരിസരത്ത് യാത്ര ചെയ്യുകയും അവരുടെ കപ്പലുകൾ അവിടെ നിർത്തുകയും ചെയ്യുന്നു. ഇവിടെ വിശ്രമിച്ചതിന് ശേഷം തുടർന്ന് യാത്ര ചെയ്യാനാണ് പ്ലാൻ. ശേഷം ആസ്കാർഡും സംഘവും ഒരു കാട്ടിലൂടെ നടക്കുന്നു. ഇവരെ പിന്തുടർന്നുകൊണ്ട് അവശനായ തോർഫിനും നടക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ തോർഫിന്റെ കാല് തെറ്റി ഒരു കുന്നിന്റെ താഴേക്ക് വൈദ്യുതി വീഴുകയും അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. ശേഷം രാത്രിയിൽ തോർഫിൻ തന്റെ കണ്ണ് തുറക്കുന്നു. അവനിപ്പോൾ ഉള്ളത് ഒരു ചെറിയ നദിയിലാണ്. ഇത് കണ്ട് അവൻ സന്തോഷിക്കുന്നു, കാരണം അവന് കുടിക്കാൻ ശുദ്ധജലം ലഭിച്ചു. എന്നിരുന്നാലും തനിക്ക് ഭക്ഷണം കഴിക്കേണ്ടതുണ്ടെന്ന് തോർഫിൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് ദൂരെ ഒരു തീ ആളിക്കത്തുന്നത് തോർഫിൻ ശ്രദ്ധിക്കുന്നു. അവിടെ എന്താണെന്ന് നോക്കിയ തോർഫിൻ ഷോക്കാവുന്നു. ആസ്കാർഡിന്റെ ആളുകൾ അടുത്തുള്ള ഗ്രാമത്തിൽ റെയ്ഡ് നടത്തുകയാണ്. സ്ത്രീകളോ കുട്ടികളോ എന്ന വേർതിരിവില്ലാതെ എല്ലാവരെയും കൊന്നൊടുക്കുന്നു. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ആസ്കാർഡ് തന്റെ ആളുകളോട് ആജ്ഞാപിക്കുന്നു. കാരണം റെയ്ഡ് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് പറയുന്നു. ആസ്കാർഡിന്റെയും സംഘത്തിന്റെയും പ്രവൃത്തി കണ്ട് തോർഫിൻ ഷോക്കായി നിൽക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത പിന്നീട് എല്ലാവരും ഉറങ്ങാൻ പോയപ്പോൾ തോർഫിൻ ആസ്കാർഡിനെ അന്വേഷിച്ച് ഗ്രാമത്തിൽ ഒളിച്ചു കിടക്കുന്നു. ഒടുവിൽ ഒരു ചെറിയ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആസ്കാർഡിനെ തോർഫിൻ കണ്ടെത്തുന്നു. തോർഫിൻ ആസ്കാർഡിന്റെ ആളുകളിൽ ഒരാളിൽ നിന്ന് ഒരു വാള് മോഷ്ടിക്കുന്നു. അതുപയോഗിച്ച് ആസ്കാർഡിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. തോർഫിന് ഉറങ്ങിക്കിടക്കുന്ന ആസ്കാർഡിനെ കൊല്ലാൻ മനസ്സ് വരാതെ അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ തോർഫിൻ പോയപ്പോഴാണ് കാണിക്കുന്നത് ആസ്കാർഡ് ഉറങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ ആസ്കാർഡിന്റെ ജോലിക്കാർ ഇംഗ്ലീഷുകാരുടെ മൃതദേഹങ്ങൾ വൃത്തിയാക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവിടെ ആസ്കാർഡിന്റെ കൂടെ ബ്യോൺ നടക്കുമ്പോൾ ആസ്കാർഡിന്റെ മുഖത്ത് ക്ഷീണം കണ്ട് ബ്യോൺ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഇന്നലെ രാത്രി ഒരു ഈച്ച ശല്യം ചെയ്തു, അതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാൻ പറ്റിയില്ല. ഇവിടെ പറയുന്നത് നമ്മുടെ തോർഫിനെയാണ്. പെട്ടെന്ന് തോർഫിൻ ആസ്കാർഡിനെ സമീപിക്കുകയും തോർസിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഒരു ഡ്യുവലിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ആസ്കാർഡ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഇന്നലെ തന്നെ എന്നെ കൊല്ലേണ്ടതായിരുന്നു. ഇത് കേട്ട് തോർഫിൻ ഒന്ന് ഞെട്ടിയെങ്കിലും തോർസിന്റെ മകനെന്ന നിലയിൽ താൻ ഒരിക്കലും ആണത്തമില്ലാത്ത പ്രവൃത്തി ചെയ്യില്ലെന്ന് തോർഫിൻ പറയുന്നു. ആസ്കാർഡ് തോർഫിനോട് ചോദിക്കുന്നു, താനൊരു യോദ്ധാവാണെന്ന് കരുതുന്നുണ്ടോ? എന്നിട്ട് അവനോട് ഫൈറ്റ് ആരംഭിക്കാൻ പറയുന്നു. തോർഫിൻ വേഗത്തിൽ ആസ്കാർഡിന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നിരുന്നാലും ആസ്കാർഡ് അതിൽ നിന്ന് സിമ്പിളായി ഒഴിഞ്ഞു മാറുന്നു. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതും തോർഫിന്റെ വാൾ അവിടെയുള്ള ഒരു മരത്തിൽ കുടുങ്ങുന്നു. ശേഷം അത് പുറത്തെടുക്കാൻ തോർഫിൻ കുറെ കഷ്ടപ്പെടുന്നു. ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും തോർഫിനെ പരിഹസിക്കാൻ തുടങ്ങുന്നു. ആസ്കാർഡ്, നീ ഇങ്ങനെയാണ് വാൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശേഷം അവനൊരു ചവിട്ട് കൊടുത്ത് ആസ്കാർഡ് പെട്ടെന്ന് തന്നെ ഫൈറ്റ് അവസാനിപ്പിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത 2 പേർ ആസ്കാർഡിനെ സമീപിക്കുന്നു. ഇവർ ഫ്ലോക്കിയുടെ ആളുകളാണ്. തോർസിനെ കൊന്നതിന് പ്രതിഫലമായി വന്നതാണ് അവർ. പണം കിട്ടിയ ആസ്കാർഡ് ഫ്ലോക്കിയോട് തന്റെ നന്ദി പറയാൻ അവരോട് പറയുന്നു. അതിലൊരാൾ ഫ്ലോക്കി ചോദിച്ചു, തോർസിന്റെ അവസാന നിമിഷം എങ്ങനെയുണ്ടായിരുന്നുവെന്ന്. ഇത് കേട്ട് ആസ്കാർഡ്, പ്രത്യേകിച്ചൊന്നുമില്ല, തന്റെ മുറിവുകളാൽ അവൻ മരിച്ചു. ഇതേ സമയം തോർഫിനെ കാണിക്കുന്നുണ്ട്. ആസ്കാർഡിന്റെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവിടെ നിൽക്കുന്നു. ഇത് കണ്ട് ടോർഗ്രീം, നീ വല്ലാതെ അവശനായല്ലോ, നിനക്ക് ഫുഡ് വേണോ എന്ന് ചോദിച്ച് തോർഫിൻ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റ് എറിഞ്ഞു കൊടുക്കുന്നു. തോർഫിൻ നല്ല വിശപ്പുണ്ടെങ്കിലും അവൻ അത് കഴിക്കാതെ അവിടെ നിന്ന് ഓടി കാട്ടിൽ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു. ബട്ട് അവനൊന്നും തന്നെ ലഭിക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് ആരുമില്ലാത്ത അവസരം നോക്കി നേരത്തെ അവർ കഴിച്ച ബാക്കി വന്ന എല്ലിലെ മാംസം കഴിക്കുന്നു. എന്നിട്ട് സ്വന്തം അവസ്ഥ ആലോചിച്ച് അവിടെ നിന്ന് കരയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ഐസ്ലാൻഡാണ് കാണിക്കുന്നത്. തോർസിന്റെ സാധനങ്ങളുമായി ലീഫും മറ്റുള്ളവരും ഹെൽഗയെ സമീപിക്കുകയും തോർസ് തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയെന്നും പറയുന്നു. ഹെൽഗ, ഇൽവ, ഐ ആം സോറി, എനിക്ക് നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഇൽവ, ശരി, അച്ഛൻ മരിച്ചു കഴിഞ്ഞില്ലേ, നീ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് കുറച്ച് ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഇൽവ അവിടെ നിന്ന് പോകുന്നു. ഹെൽഗക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ലീഫ് തോർഫിനെ താൻ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് ഹെൽഗയോട് പറയുന്നു. ശേഷം വീണ്ടും ഇൽവയാണ് കാണിക്കുന്നത്. അവൾ ജോലി ചെയ്തുകൊണ്ട് പറയുന്നു, എനിക്ക് ആദ്യമേ അറിയാം അച്ഛനെ പോലെയുള്ള ആളുകളൊന്നും അധിക നാളൊന്നും ജീവിക്കില്ലെന്ന്. അപ്പോൾ അവിടെയുള്ള മറ്റു സ്ത്രീകൾ നിന്റെ ബ്രദറേയും കാണാതായെന്ന് പറയുന്നുണ്ടല്ലോ. ഇൽവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതൊക്കെ കേട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല, ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞ് ആദ്യം എടുക്കുന്നതിലും കൂടുതൽ വെയിറ്റ് എടുക്കുന്നു. അങ്ങനെ ഇൽവ അവിടെയുള്ള എല്ലാ ജോലിയും ഓടി നടന്ന് ചെയ്യുന്നു. അങ്ങനെ രാവിലെ തുടങ്ങിയ ജോലി ഇൽവ രാത്രിയായിട്ടും നിർത്തിയിട്ടില്ല. ഇത് കണ്ട് ഹെൽഗ, ഇന്നത്തേക്ക് ഇത്ര മതി മോളെ, നീ കുറച്ച് വിശ്രമിക്ക്. ബട്ട് ഇൽവ അതൊന്നും കേൾക്കുന്നില്ല. ഇത് കണ്ട് ഹെൽഗ അവൾ യൂസ് ചെയ്യുന്ന സാധനം വാങ്ങുന്നു. ഇങ്ങനെ ജോലി ചെയ്യുന്നത് നിർത്തിയതും ഇൽവയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഇൽവക്ക് തോർസ് മരിച്ചതിൽ നല്ല വിഷമമുണ്ട്. ബട്ട് അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഈ കണ്ട ജോലികളൊക്കെ ചെയ്തത്. അവിടുന്ന് വീണ്ടും തോർഫിനെയാണ് കാണിക്കുന്നത്.
തോർഫിൻ തന്റെ സോഡ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ശേഷം അവൻ അവിടെ നിന്നിരുന്ന് ഞാൻ ആസ്ക്ലാഡിനെ കൊന്നിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ രാവിലെയാകുന്നു. തോർഫിൻ നല്ല ഉറക്കിലാണുള്ളത്. അപ്പോൾ അവിടെ ബ്യോൺ വരുന്നു. ബ്യോൺ തോർഫിനെ നോക്കി നീ നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ട് തോർഫിൻ തന്റെ സോഡ് എടുത്ത് നീ കാരണമാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. ഇത് കേട്ട് ബ്യോൺ തോർസ് വളരെയധികം സ്ട്രോങ് ആണ്, ബട്ട് അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്. ഇത് കേട്ട് തോർഫിൻ ദേഷ്യത്തിൽ ബ്യോണിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ബട്ട് ബ്യോൺ ഈസിയായി ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അവനോട് പറയുന്നു ആസ്ക്ലാഡ് പറഞ്ഞതുപോലെ നീ വളരെ വീക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബ്യോൺ പോകുന്നു. ഇത് കേട്ട് ഒന്നും ചെയ്യാനാവാതെ തോർഫിൻ കരയുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ബ്യോൺ ആസ്ക്ലാഡിനോട് തോർഫിനെ കണ്ട കാര്യം പറയുന്നു. ഇത് കേട്ട ആസ്ക്ലാഡ് ഞാൻ അവൻ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിച്ചത്, അവൻ തോർസിന്റെ മകനാണ്, അത്ര പെട്ടെന്നൊന്നും മരണപ്പെടില്ല എന്നും ബ്യോൺ പറയുന്നു. ശേഷം രാത്രിയാകുന്നു. കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലാതെ തോർഫിൻ ഇരിക്കുമ്പോൾ ഒരു ഫോക്സ് തോർഫിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ തോർഫിൻ തന്റെ സോഡ് എടുത്ത് അതിന് നേരെ വീശുന്നു. അപ്പോഴാണ് തോർഫിൻ ആസ്ഗാർഡ് സോഡിനെ പറ്റി പറഞ്ഞത് ഓർക്കുന്നത്. ശേഷം അത് തോർഫിനെ അറ്റാക്ക് ചെയ്തതും തോർഫിൻ അതിന്റെ കഴുത്തിൽ തന്റെ സോഡ് ഉപയോഗിച്ച് കുത്തുന്നു. അങ്ങനെ അതവിടെ മരണപ്പെടുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്ത രാവിലെയാകുന്നു. തോർഫിൻ തന്റെ സോഡ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ശേഷം അവനൊരു മുയലിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അത് പറ്റാത്തതിനെ തുടർന്ന് അവന്റെ സോഡ് വലിച്ചെറിയുന്നു. നോക്കുമ്പോൾ അത് കറക്റ്റ് ഒരു മരത്തിൽ തറച്ചു കയറുന്നു. ഇത് കണ്ട് തോർഫിൻ അങ്ങനെ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ സമയം കടന്നു പോകുന്നു. ഒടുവിൽ തോർഫിൻ തന്റെ പരിശ്രമത്തിൽ വിജയിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത ആസ്ക്ലാഡും അവന്റെ ആളുകളും ഈ ഐലൻഡ് വിട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവിടെ തോർഫിൻ വരുന്നു. തോർഫിൻ ആസ്ക്ലാഡിനെ നോക്കി ഓഡിന്റെ നാമത്തിൽ നിന്നെ ഞാനൊരു ഡുവലിന് ക്ഷണിക്കുന്നു. ആസ്ക്ലാഡിന് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും അവന്റെ ക്രൂ പറഞ്ഞതുകൊണ്ട് അവൻ ഡുവലിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കുന്നു. ആസ്ക്ലാഡ് വാ, നിനക്കല്ലേ നിന്റെ അച്ഛൻ്റെ അടുത്തെത്താൻ ഇത്ര ധൃതി. ശേഷം തോർഫിൻ ആസ്ക്ലാഡിനെ നേരെ കുതിക്കുന്നു. മുമ്പത്തേക്കാൾ നല്ല രീതിയിൽ തോർഫിൻ ഫൈറ്റ് ചെയ്യുന്നു. ബട്ട് ആസ്ക്ലാഡ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവസാനം ഒരു കിക്ക് ഉപയോഗിച്ച് തോർഫിനെ വീഴ്ത്തുന്നു. ഇങ്ങനെ വീണ തോർഫിനെ വീണ്ടും ആസ്ക്ലാഡ് ചവിട്ടുന്നു. ഇത് കണ്ട് ബ്യോൺ നിനക്ക് തോന്നുന്നില്ലേ ഇത് കുറച്ച് ഓവറാണെന്ന്? എന്തായാലും ചെറിയ കുട്ടിയല്ലേ? ഇങ്ങനെ ആസ്ക്ലാഡ് ബ്യോണിനോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തോർഫിൻ തന്റെ സോഡ് ആസ്ക്ലാഡിന് നേരെ എറിയുന്നു. ഒന്ന് ഞെട്ടിയെങ്കിലും ആസ്ക്ലാഡ് അത് തട്ടി മാറ്റുന്നു. ഇത് കണ്ട തോർഫിൻ തന്റെ അവസാന ശ്രമവും പരാജയപ്പെട്ടതിൽ വിഷമിക്കുന്നു. അപ്പോൾ ആസ്ഗാർഡ് ഫൈറ്റ് അവസാനിച്ചു എന്ന് പറഞ്ഞ് നേരെ തോർഫിന്റെ സോഡിലേക്ക് നോക്കുന്നു. അപ്പോൾ തോർഫിൻ പറയുന്നുണ്ട് ഈ ഫൈറ്റ് അവസാനിച്ചിട്ടില്ല എന്നൊക്കെ. ബട്ട് ആസ്ഗാർഡ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഇവൻ സംസാരിക്കുമ്പോൾ ആസ്ഗാർഡ് അവന് നേരെ അവന്റെ സോഡ് എറിയുന്നു. ശേഷം ആസ്ഗാർഡ് തോർഫിനോട് പറയുന്നു നീ ഒരു നോർസ് വാരിയർ ആണ്, യുദ്ധത്തിൽ നിന്റെ കഴിവ് തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ഡുവൽ നമുക്ക് ചെയ്യാം. ഇത് കേട്ട തോർഫിൻ ഇത് പ്രോമിസ് ആണോ? അതെ, ഇത് ഞാനും നീയും തമ്മിലുള്ള പ്രോമിസാണ് എന്ന് പറഞ്ഞ് ആസ്ഗാർഡ് അവിടെ നിന്ന് പോകുന്നു. ഇങ്ങനെ തോർഫിൻ എഴുന്നേറ്റ് ഇനി ഞാനൊരു പ്രോമിസ് ചെയ്യാം, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിങ്ങളെ കൊന്നിരിക്കും. അങ്ങനെ ഈ സീനോട് കൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.